നമസ്കാരം. B4 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ചയാക്കുന്നത്. അതായത് സ്വാർത്ഥ താല്പര്യത്തിനായി രാജിവെക്കുന്ന PV അൻവറിനെ പോലെയുള്ള ജനപ്രതിനിധികൾ ജനാധിപത്യ സംവിധാനത്തിന് എത്രമാത്രം ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതാണ് ആ ചിന്തനീയമായ വിഷയം. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അവർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അവരുടെ ശബ്ദമാവുകയും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. എന്നാൽ സമീപകാലത്ത് PV അൻവറിനെ പോലെയുള്ള ചില ജനപ്രതിനിധികൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി, വിശേഷിച്ച് രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാനോ മറ്റ് നേട്ടങ്ങൾ നേടാനോ വേണ്ടി രാജിവെക്കുന്നത് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം പ്രവണതകൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഒരു ജനപ്രതിനിധി രാജിവെക്കുമ്പോൾ അത് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും വോട്ടിനെയും വഞ്ചിക്കുന്നതിന് തുല്യമാണ്. കാരണം അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് അവരെ തെരഞ്ഞെടുത്തത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതുപോലെ തന്നെ നിയമസഭയിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും വേണ്ടിയാണ്. എന്നാൽ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള ലാഭങ്ങൾക്കായി രാജിവെക്കുമ്പോൾ ആ മണ്ഡലം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇത് പൊതുഖജനാവിന് വലിയ ഭാരമുണ്ടാക്കുകയും ഭരണപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സ്വന്തം താല്പര്യങ്ങൾക്കായി ഒരു ജനപ്രതിനിധി രാജിവെക്കുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന തത്വങ്ങളെ എങ്ങനെയൊക്കെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ജനവിധി അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ്. ജനങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്കോ വ്യക്തിക്കോ നൽകിയ ജനവിധി ഇത്തരത്തിലുള്ള രാജിയിലൂടെ അട്ടിമറിക്കപ്പെടുന്നു. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് എന്നത് കേവലം ഒരു വോട്ട് രേഖപ്പെടുത്തൽ മാത്രമല്ല, അത് ജനങ്ങളുടെ കൂട്ടായ അഭിലാഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതിഫലനം കൂടിയാണ്. ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ ആ വ്യക്തിയിലോ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയങ്ങളിലും പരിപാടികളിലും വിശ്വാസം അർപ്പിക്കുന്നു. ഈ വോട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക്, അതായത് സാധാരണ 5 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള നിയമപരമായ അധികാരം നൽകുന്ന ഒരു സാമൂഹിക കരാർ കൂടിയാണ് എന്നോർക്കണം. 2019 കർണാടകയിൽ നടന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഇതിനൊരു ഉദാഹരണമായി എടുക്കാം. അന്നത്തെ JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. സഖ്യത്തിലെ നിരവധി MLA മാർ തങ്ങളുടെ പദവി രാജിവെക്കുകയും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്തു. ഇത് അന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ദുർബലപ്പെടുത്തുകയും അവസാനം സർക്കാരിന്റെ പതനത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ MLA മാർ ജനവിധിയിലൂടെ ലഭിച്ച അധികാരം തങ്ങളുടെ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച് എന്ന് വിമർശനമുയർന്നു. ഒരു പ്രത്യേക മുന്നണിയെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്ത ജനങ്ങളുടെ വിധി ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. മറ്റൊരു സാഹചര്യത്തിൽ ഒരു MLA ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിക്കുകയും പിന്നീട് മറ്റൊരു പാർട്ടിയുടെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ രാജിവെക്കുകയും ചെയ്യുമ്പോൾ ആ MLA തിരഞ്ഞെടുത്ത വോട്ടർമാർ തങ്ങൾ വോട്ട് ചെയ്ത പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും അതുപോലെ നയങ്ങൾക്കും വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്ന ആ ഒരു വസ്തുത കൂടി ലംഘിക്കപ്പെടുന്നുണ്ട്. MLA വ്യക്തിപരമായ തീരുമാനം ജനങ്ങളുടെ കൂട്ടായ തീരുമാനത്തെ അസാധുവാക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ ജനങ്ങളുടെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ വോട്ടിന്റെ മൂല്യം നഷ്ടപ്പെട്ടതായി തോന്നുകയും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഇത് നികുതി നായകരുടെ പണമാണ്. സ്വാർത്ഥപരമായ രാജിയിലൂടെ ഈ ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഓരോ ഉപതെരഞ്ഞെടുപ്പും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. പോളിംഗ് ബൂത്തുകൾ ഒരുക്കുക, സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക, വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജീകരിക്കുക, പ്രചാരണത്തിന് വേണ്ട സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങി വലിയ ചിലവുകളാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്കായി വേണ്ടിവരുന്നത്. ഈ ചിലവുകൾ മുഴുവൻ വഹിക്കുന്നത് നികുതിദായകരായ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണിത്. ഒരു MLA മന്ത്രിയാകാനോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറാനോ വേണ്ടി രാജിവെക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകുന്നു. ഉദാഹരണത്തിന് 2011 കോൺഗ്രസ് MLA ആയിരുന്ന PT തോമസ് തൃക്കാക്കര MLA സ്ഥാനം രാജിവെച്ച് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഇവിടെ ഒരു ലോക്സഭാ സീറ്റ് നേടുന്നതിനായുള്ള വ്യക്തിപരമായ നീക്കത്തിന് വേണ്ടി ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അതിന്റെ സാമ്പത്തിക ഭാരം ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഓരോ തെരഞ്ഞെടുപ്പിനും കോടിക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. സ്വാർത്ഥപരമായ രാജി വഴി ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഈ ചെലവ് അനാവശ്യമായി വർദ്ധിപ്പിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കോ ജനക്ഷേമ പദ്ധതികൾക്കോ വിനിയോഗിക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പാഴാക്കപ്പെടുന്നത്. ഇത് പൊതുഖജനാവിന് വലിയ നഷ്ടം വരുത്തുകയും നികുതിദായകരുടെ പണത്തോടുള്ള ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമില്ലായ്മ വെളിവാക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ അസ്ഥിരതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. തുടർച്ചയായ രാജികളും ഉപതെരഞ്ഞെടുപ്പുകളും ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ രാഷ്ട്രീയ അസ്ഥിരത തന്നെ ഇല്ലാതാക്കുന്നു. ഇത് വികസന പ്രവർത്തനങ്ങളെയും ഭരണനിർവഹണത്തെയും പ്രതികൂലമായി ബാധിക്കും.
ഒരു സുസ്ഥിര സർക്കാർ എന്നത് വികസന പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമമായ ഭരണത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. തുടർച്ചയായ രാജികളും ഉപതെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ സ്ഥിരതയെ തകർക്കുകയും ഭരണകൂടത്തിന് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന നടപടികളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ 2020 സംഭവിച്ച രാഷ്ട്രീയ പ്രതിസന്ധി ഇതിന് മികച്ച ഒരു ഉദാഹരണം തന്നെയാണ്. കോൺഗ്രസ് സർക്കാരിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന 22 MLA-മാരും രാജിവെച്ച് BJP-യിൽ ചേർന്നതോടെ കമൽനാഥ് സർക്കാർ താഴെ വീഴുകയും സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. ഇത് സംസ്ഥാന ഭരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു. ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും വലിയ സമയം പാഴായി വന്നു. ഈ കാലയളവിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിലും വലിയ കാലതാമസം നേരിട്ടു. സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം നിക്ഷേപകരെ പിന്തിരിപ്പിക്കുകയും സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. ഉദ്യോഗസ്ഥർക്ക് പോലും സുസ്ഥിരമായ ഒരു സർക്കാരില്ലാത്ത അവസ്ഥയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ അതുപോലെ തന്നെ നിലവിലുള്ള പദ്ധതികൾ വേഗത കൂട്ടുന്നതിനോ സാധിക്കാതെ വരും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു മണ്ഡലത്തിന്റെയോ തന്നെ പുരോഗതിക്ക് തടസ്സമാകുകയും ചെയ്യും. രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഇത്തരത്തിലുള്ള MLA-മാർ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. തങ്ങളുടെ സ്ഥാനം വ്യക്തിഗത നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. ഇത് പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. രാഷ്ട്രീയ ധാർമ്മികത എന്നാൽ ജനങ്ങളുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ സത്യസന്ധത, അഴിമതിയില്ലായ്മ, ഉത്തരവാദിത്തം എന്നിവയാണ്. ജനപ്രതിനിധികൾ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാവുക. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്കായി രാജിവെക്കുന്നതിലൂടെ ഈ ധാർമ്മികത തകരുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിനായി ഒരു MLA ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും പിന്നീട് മറ്റൊരു മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന പദവികളോ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ നിലവിലുള്ള MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ലംഘനമാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ MLA-മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി രാജിവെക്കുന്ന പ്രവണതയുണ്ട്. ഇത് ഒരുതരം സ്ഥാനക്കയറ്റം എന്ന നിലയിൽ പലപ്പോഴും കാണുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലെ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത് സ്വന്തം രാഷ്ട്രീയ ഭാവിയാണെന്ന് ജനപ്രതിനിധികൾ പരോക്ഷമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിനെ മോശമായി ബാധിക്കുന്നു. രാഷ്ട്രീയക്കാർ സ്വാർത്ഥരും അവസരവാദികളുമാണെന്ന ചിന്താഗതി ശക്തിപ്പെടുത്തുന്നു. ഇത് രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് സാധാരണ ജനങ്ങളെ അകറ്റുകയും വോട്ട് ചെയ്യാനുള്ള താല്പര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ആത്യന്തികമായി ജനാധിപത്യത്തിന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുകയും ചെയ്യും. അഴിമതിയും പക്ഷപാതപരത്വവും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതിനും ഇത്തരം പ്രവണതകൾ വഴിയൊരുക്കുകയും ചെയ്യും. അതിനാൽ സ്വാർത്ഥപരമായ രാജി തടയാൻ നിയമപരമായ നടപടികൾ, രാഷ്ട്രീയപരമായ പരിഹാരങ്ങളും കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി രാജിവെക്കുന്ന PV Anwar മുൻ MLA പോലുള്ള ജനപ്രതിനിധികളെ പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വിലക്കുക എന്നതാണ്. ഇത്തരമൊരു നടപടി ജനാധിപത്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തേക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജനപ്രതിനിധികളെ അച്ചടക്കം ഉറപ്പാക്കുന്നു എന്നത്. ജനപ്രതിനിധികൾ തങ്ങളുടെ സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന തടയാൻ ഈ ഒരു അച്ചടക്ക നടപടിയിലൂടെ സാധിക്കും. ഇത് കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. രാഷ്ട്രീയ ലാഭത്തിനോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ വേണ്ടി മാത്രം പദവികൾ ഉപേക്ഷിക്കുന്നത് ഒരു പ്രവണതയായി മാറിയാൽ അത് ജനാധിപത്യത്തിന് ഒരിക്കലും നല്ലതല്ല. ജനവിധിക്ക് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം അച്ചടക്ക നടപടികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണവശം എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയാണ്. ഒരു നിശ്ചിത കാലാവധിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിപരമായ ലാഭങ്ങൾക്കായി രാജിവെക്കുമ്പോൾ അത് ജനവിധിക്ക് എതിരാകുന്നു. ഇത്തരം വിലക്കുകൾ അവരെ ജനങ്ങളുടെ താല്പര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പിക്കാനായി പ്രേരിപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നു എന്നതാണ്. ഒരു MLA-യോ MP-യോ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ നടത്തേണ്ടതായി വരുന്നു. ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. അനാവശ്യമായ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നതിലൂടെ ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും ഇത്തരം ഫണ്ടുകൾ മറ്റു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക്, അതേ മണ്ഡലത്തിലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായി സാധിക്കുന്നതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്ഥിരത എന്നുള്ളതാണ്. തുടർച്ചയായ രാജികളും ഉപതെരഞ്ഞെടുപ്പുകളും ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ രാഷ്ട്രീയ അസ്ഥിരതയെ ദോഷകരമായി ബാധിക്കുന്നു. ഇത്തരം വിലക്കുകൾ കൂടുതൽ സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ സഹായിക്കും. ഇത് ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരുകളെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ജനപ്രതിനിധികൾ ഈ ജനപ്രതിനിധി സ്ഥാനം, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP-യുടെ അല്ലെങ്കിൽ MLA-യുടെ സ്ഥാനം ഒഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക്, അതായത് വോട്ടർമാരായ പൊതുജനങ്ങൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് തോന്നുന്നത് എന്നുകൂടി ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.